നാട്ടിൽ നിന്ന് കടത്ത ബീഫ് ആറ്റിക്കുറുക്കി വരട്ടി അങ്ങോട്ട് എടുത്താലോ. കുക്കർക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നാണ്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇല വാരിട്ടാണ്ട് നീളത്തിലരിഞ്ഞ തേങ്ങാക്കൊത്തും കുറച്ച് വലിയ ജീരകവും ഉലുവയും വാരിട്ടാണ്ട് കുന്നുകുന നുറുക്കിയ ഇഞ്ചും വെളുത്തുള്ളിട്ടാണ്ട് കൊത്തി നുറുക്കിയ ചെറുള്ളി ഒരു ലോഡും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വല്യുള്ളിയും വാരിട്ടാണ്ട് ഉപ്പും പാകിയാണ്ട് വാട്ടി ഉറക്കിയെടുത്താൽ പിന്നെ കുറച്ച് പച്ചമുളക് കീറിയിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ഇളക്കും കൂടിയാണ്ട് ഇളക്കട്ടോ. മയക്കം തുടങ്ങിയ കുക്കർക്ക് പൊടിക്കുപ്പികൾ ഓരോന്നായി തുറന്നാണ്ട് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതൊരു ഇളക്കിളക്കാണ്ട് മസാലേൻ്റെ കുത്തൽ പോയാൽ പകുതി വേവിച്ച ബീഫും കൂടിയിട്ട് ഒരു ഇളക്കാണ്ട് ഇളക്കട്ടോ. ഉപ്പും മഞ്ഞളും മല്ലിയും കുരുമുളകും ഇട്ട് വേവിച്ച ബീഫിക്ക് ഇതാ കുറച്ച് വെള്ളം കൂടി പറഞ്ഞാണ്ട് കല്ലുപ്പ് പാകി ഉപ്പിന്റെ രണ്ടാം ഭാഗം ക്രമീകരണം കൂടി കഴിഞ്ഞ് മൂടി വെച്ചൊരു 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വന്നാൽ നമ്മളെ ബീഫ് ഏകദേശം ആയിണ്ടാവും കേട്ടോ. പൊറാട്ടയ്ക്ക് പെയിന്റ് അടിച്ച് ചാറിൽ മുക്കി നക്കി അടിക്കണല്ലോ അവിടെ വെച്ച് നിർത്തിയോളൂ. എല്ലാത്തോലും ഇതാ ഒന്നങ്ങോട്ട് ആറ്റി കുടിക്കുള്ളൂ കേട്ടോ. ചട്ടി വെച്ചാണ്ട് അയക്കിതായി കുക്കറത്തെ ബീഫ് അതേമാതിരി അങ്ങോട്ട് തട്ടിയാണ്ട് ഇളക്കി മെല്ലെ മെല്ലെ ലോ ഫ്ലെയിമിൽ ആറ്റി കുറുക്കി ക്ലൈമാക്സിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിന്റെ മേലെ അങ്ങോട്ട് തൂക്കിയാണ്ട് കുറച്ച് കരിയേപ്പിൻ്റെ ഇങ്ങോട്ട് പാകിയാലുണ്ടല്ലോ നമ്മളെ ആറ്റി കുറുക്കിയ ബീഫ് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൈവച്ചോളി ഫ്രം കൊണ്ടോട്ടിക്കാരൻ.